ശശിൽ ടീച്ചർ, ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലും തെളിവുകൾ ഉണ്ടായിട്ടും പോറ്റിക്ക് നേരെ വിരൽ ചൂണ്ടപ്പെട്ടിട്ടും വളരെ താമസിച്ചു അറസ്റ്റ് ചെയ്യാൻ. പിന്നീട് 2-3 അറസ്റ്റ് വളരെ പെട്ടെന്നുണ്ടായി. എന്നാൽ എൻ വാസുവിലേക്ക്, പത്മകുമാറിലേക്കൊക്കെ എത്തിപ്പെട്ടുവെങ്കിലും അവരെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ കാലതാമസമെടുത്തു. ഇപ്പോൾ പടിവാതിൽക്കൽ ഒരു തെരഞ്ഞെടുപ്പാണ്. കടകംപള്ളിയിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിയും വരെ പോകാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഭക്തരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പല അറസ്റ്റുകളും നടക്കുന്നതും അല്ലെങ്കിൽ വാർത്തകൾ ഉണ്ടാക്കുന്നതും എന്ന് പോലും തോന്നിപ്പോകുന്നു. മാസങ്ങൾ നീണ്ട ഗൂഢാലോചന എന്ന് പറയുമ്പോൾ മാസങ്ങൾ നീളണോ അതിന്റെ അന്വേഷണത്തിന്? കാരണം ഇതത്ര രഹസ്യമായി നടന്നൊരു കാര്യമല്ലല്ലോ. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അവർ കള്ളന്മാര് വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതല്ല, അഴിച്ചെടുത്ത് കൊടുത്ത സാധനമാണ്. അപ്പൊ അതിന്റെ എത്രമാത്രം ആലോചന നടന്നിട്ടുണ്ടോ അത്രയും കാലം അന്വേഷിക്കേണ്ടത്. അപ്പൊ ഇത് തീർച്ചയായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് സത്യത്തിലേക്ക് എത്താൻ ഇനിയും സമയം പിടിക്കും. കാരണം ഈ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരെല്ലാം ഉന്നതാധികാരികളാണ്. ഇപ്പൊ ചെയ്തവര് മോശമാണെന്നല്ല പറയുന്നത്. കാരണം ഒരു വലിയ സിസ്റ്റത്തെ ഒന്നാകെയാണ് ഇപ്പൊ നമ്മൾ ഇതാക്കുക. ഒരു ദേവസ്വം ബോർഡിന്റെ ഒരു സംവിധാനം, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ, കമ്മീഷണർ, ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവർ ഒന്നടങ്കം ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും നമുക്ക് എങ്ങനെ ഇതിന് നിസ്സാരമായി കാണാൻ സാധിക്കുന്നു? ഇതൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ നമുക്കറിയാം, CPM ജനറൽ സെക്രട്ടറി വർത്തമാനം കേട്ടത് ആരോപിതർ മാത്രമാണ് എന്നൊക്കെ പറയും. അവരുടെ കണ്ണിലേക്ക് വളരെ നിസ്സാരമാണ്. ഒരു വലിയ സിസ്റ്റം ഒന്നാകെ അഴിമതിയിൽ പെട്ടിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ നിസ്സാരവൽക്കരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം പുറത്തു വരാൻ ഈ സമയം വൈകുന്നത്, നീതി കിട്ടാൻ തീർച്ചയായും അത് അനീതി തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു അസാധാരണമായ ഒരു കാലതാമസം ഇതിലെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നീതി അട്ടിമറിക്കപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം ഇനി അറസ്റ്റ് ചെയ്യേണ്ടവരെല്ലാം കേമന്മാരാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കടകംപള്ളി ടീച്ചർ, അതായത് ഇതിപ്പോൾ ഈ പോറ്റി പത്മകുമാറിന്റെ വീട്ടിലെ നിത്യ സന്ദർശകൻ ആണെന്ന് പറയുന്നു. നോക്കൂ, ഈ കടകംപള്ളിക്കൊപ്പം അത്ര അടുപ്പത്തോടെ കടകംപള്ളി സുരേന്ദ്രൻ ചേർന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ മുൻപ് ചില ചിത്രങ്ങൾ കണ്ടുവല്ലോ. ഈ സാധാരണ ആരെങ്കിലും ഒരാൾ, ഒരു കുട്ടിയാണെങ്കിൽ പോലും അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചാൽ കൈതട്ടി മാറ്റുന്ന സ്വഭാവക്കാരനാണ്. മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ കയർക്കുന്ന ആളാണ്. അവതാരക പുകഴ്ത്തി പറഞ്ഞാൽ അമ്മാതിരി വർത്തമാനം വേണ്ടെന്ന് പറയുന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചേർന്ന് നിന്ന് കുശലം പറയുന്ന അസാധാരണമായൊരു ചിത്രം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അടുപ്പക്കാർ ആരൊക്കെയെന്ന് അടിക്കടി മനസ്സിലായി വരുമ്പോൾ ഇത് എത്തി നിൽക്കാൻ പോകുന്നത് ഇവിടെയെങ്ങുമല്ല. തീർച്ചയായും ഇനി എത്തേണ്ടതൊക്കെ സംഭരിക്കുന്ന വൻകിടക്കാരിലേക്കാണ് ഇനി എത്തേണ്ടത്. അതാണ് ഈ കാലതാമസം വരുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ദിവസം കടകംപള്ളി പറഞ്ഞത് മന്ത്രിക്ക് ഇതിലൊരു ഉത്തരവാദിത്വം ഇല്ല. കാരണം ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവും താൻ ഒപ്പിടണ്ട, അല്ലെങ്കിൽ തന്റെ ഒരു നിർദ്ദേശവും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 2019 ജനുവരി മാസം 2-ാം തീയതി ശബരിമലയിലെ ആചാര ലംഘനം നടന്നു എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം പോലും മുഖ്യമന്ത്രിക്കായിരുന്നു. അതുപോലും ദേവസ്വത്തിന്റെ ഒരാളല്ല. അവിടെ ചാനലുകളൊക്കെ വാർത്ത പുറത്തു വിടുമ്പോഴും അത് പ്രഖ്യാപിക്കേണ്ടത് തന്റെ വായ കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന്, അത് തനിക്കാണ് അതിന്റെ അധികാരം എന്നതുകൊണ്ട് ആ അധികാരം എടുത്ത് ആചാര ലംഘനം നടന്നിരിക്കുന്നു, യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന അഹങ്കാരത്തോടുകൂടി ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പൊ അത്തരം ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്താൻ മുഖ്യമന്ത്രിക്ക് അധികാരമുള്ളൂ എങ്കിൽ ഈ കൊള്ളയെ മുഖ്യമന്ത്രി അറിയാതെ നടക്കും. മുഖ്യമന്ത്രി മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവിടുത്തെ സർവാധികാരിക്കാർ അവർ ഉത്തരവിൽ ഒപ്പിടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉത്തരവിൽ ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിലും അവരറിയാതെ, ജമാവറിയാതെ ആയുസുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അവരറിയാതെ സന്നിധാനത്തൊന്നും നടക്കില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അന്വേഷണം അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് സത്യം പൂർണ്ണമായി വെളിയിൽ വരുള്ളൂ.